ഹലോ! ഇന്ന് 37th വീക്കില് ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവാണ് ട്ടോ. സോ വെൽക്കം ടു അവർ ഹോസ്പിറ്റൽ ഡേ. ഇപ്പൊ ഓരോ വീക്കും ഓരോ ഡേ പോലെയാണ് ട്ടോ എനിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയപ്പോഴായിരുന്നു ട്ടോ വീണ്ടും വൊമിറ്റിംഗ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ടൈമിൽ വരെയും എനിക്ക് വൊമിറ്റിംഗിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. സോ വൊമിറ്റിംഗിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് ഒരു കരിക്കൊക്കെ കുടിച്ചാണ് ട്ടോ ഞാൻ യാത്ര ചെയ്യുന്നത്. മുൻപൊക്കെ കരിക്കിന്റെ വെള്ളം പോലും എനിക്ക് കുടിക്കാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ കുറച്ചൊക്കെ എനിക്ക് കുടിക്കാൻ പറ്റുന്നുണ്ട്. സോ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്റെ 36 വീക്കിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 വീക്കൊന്നും നമുക്ക് പോകണ്ടടാ, അതിന് മുന്നേ നമുക്ക് ഡെലിവറി ചെയ്യാം എന്നുള്ളത്. പക്ഷെ കഴിഞ്ഞ ചെക്കപ്പിന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേബിയുടെ ഹെഡ് ഇനിയും ഇറങ്ങാനുണ്ട്, സോ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നുള്ളത്. അപ്പൊ ഇന്ന് വല്ലതും PV ചെയ്തിട്ട് ഡേറ്റ് കൺഫേം ചെയ്യുമോ എന്നൊരു ചെറിയ ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ചെറിയ ടെൻഷനും ഡോക്ടറിനെ കണ്ടപ്പോൾ മാറി കിട്ടി കേട്ടോ. കാരണം ബേബിയുടെ ഹെഡ് ഇനിയും ഇറങ്ങി വരാനുണ്ട് കേട്ടോ, അതായത് ഡെലിവറിക്ക് ഇനിയും ടൈം ഉണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് വീക്ക് PV ചെയ്തിട്ട് നമുക്ക് നോക്കാടാ എന്നായിരുന്നു കേട്ടോ ഡോക്ടറിന്റെ മറുപടി. അങ്ങനെ ചെക്കപ്പിന് ഡെയിലി ഡോക്ടർ ബേബിയുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ കേൾപ്പിച്ചു തന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഡോക്ടർ ബേബിയുടെ പൊസിഷനൊക്കെ പറഞ്ഞു തരുവാണ് കേട്ടോ. എനിക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്യാരക്ടറാണ്. നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഡോക്ടറിന് എത്തുമ്പോൾ അതൊന്ന് കൂൾ കാമായിട്ടായിരിക്കും കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോവാ. ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോഴുള്ള ടെൻഷനൊന്നും പോവാൻ നേരത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ഉറക്കമൊക്കെ പാസ്സാക്കി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വിശേഷമായിട്ട് വീണ്ടും വരാം. ബൈ.